മാതൃഭൂമി ന്യൂസ് ഇമ്പാക്ട് വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊളയിൽ 2018 മുതൽ 2025 വരെയുള്ള ദേവസ്വം ബോർഡ് ഭരണസമിതികളെ പ്രതിക്കൂട്ടിലാക്കി ഹൈക്കോടതിയുടെ ഇടപെടൽ. SITയുടെ ഇടക്കാല റിപ്പോർട്ട് പരിശോധിച്ചാണ് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ. 2018 മുതലുള്ള എല്ലാ ഇടപാടുകളും അന്വേഷിക്കണം. ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്നും അന്വേഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, കോടതി വളരെ കൃത്യമായി കാര്യങ്ങളിൽ ഇടപെടുകയാണ്. ഈ വിഷയത്തിന്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാക്കി ഒരു പഴുതുമില്ലാത്ത വിധം സത്യത്തിലേക്ക് വഴിതെളിക്കണമെന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി SITക്ക് മുന്നിൽ പറഞ്ഞത്? SIT നൽകിയ വിവരങ്ങൾ എന്തൊക്കെയാണ് കോടതി സമക്ഷം? അതിവിഷയ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതായി മാറുന്നു. അതായത് ഇതിന്റെ അന്വേഷണ തലം വളരെ വലുതായി മാറുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിന് പിന്നിൽ അന്താരാഷ്ട്ര റാക്കറ്റുകൾ ഉണ്ടോ എന്നുകൂടി കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ്. അതായത് ഇവിടെ രാജ്യത്ത് നിന്നുള്ള അമൂല്യ വസ്തുക്കൾ, വിഗ്രഹങ്ങൾ അതൊക്കെ കടത്തിക്കൊണ്ടുപോകുന്ന വലിയ റാക്കറ്റുകളുണ്ട്. സുഭാഷ് കപൂറിന്റെ റാക്കറ്റ് പോലെ വലിയ റാക്കറ്റുകളുണ്ട്. അത്തരം റാക്കറ്റുകൾക്ക് കൂടി ഇതിൽ പങ്കുണ്ടോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നെക്സസും, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരു സംഘവുമുണ്ട് ഈ തട്ടിപ്പുകൾക്കെല്ലാം പിന്നിലെന്നാണ് ഹൈക്കോടതി പറയുന്നത്. അവർക്കാരൊക്കെയായിട്ട് ബന്ധമുണ്ട്, അത് കണ്ടെത്തണം. അതായത് ശബരിമലയിലെ സ്വർണ്ണപ്പാളികളാണെങ്കിലും മറ്റെന്താണെങ്കിലും അത് അമൂല്യമായ വസ്തുക്കളാണ്. അതിന് വിപണി മൂല്യമല്ല. സ്വർണത്തിനും ചെമ്പിനും ഒക്കെയുള്ള ആ മൂല്യം മാത്രമല്ല, അവിടെ ഇരുന്ന ഏതൊരു വസ്തുവിനും അതിന്റെ ഭക്തർ നൽകുന്നത് മോഹവിലയാണ്. ആ മോഹവിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഇവിടെ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികളുടെ അടക്കം റിപ്ലിക്ക എടുത്ത് അതിന്റെ പേരിൽ ഒരു തട്ടിപ്പിനുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ് ഇന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അവിടെയാണ് 2018 കോടതി ചെന്നെത്തി നിൽക്കുന്നത്. നേരത്തെ കട്ടിളപ്പാളികളും ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ മാത്രമാണ് വിഷയമെങ്കിൽ ഹൈക്കോടതി ഇന്ന് കൃത്യമായി SITയോട് പറഞ്ഞിരിക്കുകയാണ്, ഇതിന്റെ എല്ലാം തുടക്കം ശബരിമല ശ്രീകോവിലിന്റെ വാതിലിൽ നിന്നാണ്. അതുകൊണ്ട് ആ വാതിലിൽ സ്വർണം പൂശിയത് മുതൽ ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങളിലേക്ക് വരിക. അപ്പോൾ ആ വാതിൽ സ്വർണം പൂശിയതിലേക്ക് വരുമ്പോൾ 2019 കാലഘട്ടത്തിലെ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് കുഴപ്പത്തിലേക്ക് പോകുന്നു. അവർ 3 കാര്യങ്ങളിൽ മറുപടി പറയണം: വാതിൽ, കട്ടിളപ്പാളി, അതോടൊപ്പം തന്നെ ദ്വാരപാലക ശില്പങ്ങൾ. ഇതിനെല്ലാത്തിനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പരമാധികാരിയാക്കി ദേവസ്വം ബോർഡ് മാറ്റി. ദേവസ്വം ബോർഡിന്റെ മരാമത്ത് വകുപ്പ് അടക്കം ചെയ്യേണ്ട ജോലികളാണ് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്തെത്തിച്ച ആ യഥാർത്ഥ സ്പോൺസർ ആരെന്നത് കൂടി ഇനി കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സന്നിധാനത്ത് ഇത്രയും വലിയൊരാളായി മാറണമെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് അവതരിപ്പിച്ച ഒരു മൂർത്തി ഉണ്ടാകും. ആ മൂർത്തി ആരാണ് എന്ന് കണ്ടെത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇവർക്കെല്ലാവർക്കും ചേർന്നിട്ടുള്ള വലിയ നെക്സസ്, ആ നെക്സസ് എങ്ങോട്ടേക്കൊക്കെ ചെന്നെത്തുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ അന്വേഷണം വേണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതി PS പ്രശാന്തിന് കാലാവധി നീട്ടി നൽകാൻ സർക്കാർ ആലോചിക്കുന്നതിനിടയിലാണ് കടുത്ത ചില വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങൾ വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി അയച്ചപ്പോൾ അനാവശ്യ ധൃതിയാണ് കാണിച്ചതെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കാരണം ജനുവരി മുതൽ ഇങ്ങോട്ടേക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു. വീണ്ടും ഒരു സീസൺ തുടങ്ങാനിരിക്കെ തിടുക്കപ്പെട്ട് ആ സ്വർണ്ണപ്പാളികൾ കോടതിയുടെ അനുമതി കൂടാതെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ അറ്റകുറ്റപ്പണികൾക്ക് അയച്ചതിലൂടെ എല്ലാ നോംസും അവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അയ്യപ്പന്റെ മുതൽ സംരക്ഷിക്കുക എന്നതാണ് ദേവസ്വം ബോർഡിന്റെ പരമപ്രധാനമായ ബാധ്യത. അത് ഈ ബോർഡ് ചെയ്തിട്ടില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഒപ്പിട്ടുകൊണ്ടാണ് ഈ സ്വർണ്ണപ്പാളികൾ വീണ്ടും അറ്റകുറ്റപ്പണികൾക്കായി പോയിരിക്കുന്നത് എന്നുകൂടി ഹൈക്കോടതി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോകും. അന്താരാഷ്ട്ര തലത്തിൽ ഇതിന് ബന്ധമുണ്ടോ എന്നത് പരിശോധിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് തലങ്ങളിലേക്ക് ഇനി അന്വേഷണം പോകേണ്ടി വരുമെന്നതാണ് നമുക്ക് ഇന്നത്തെ കോടതി നടപടികളിൽ നിന്ന് മനസ്സിലാക്കാനിരിക്കുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ശബരിമല സന്നിധാനത്ത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങാൻ. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ശബരിമലയിലെ ഒരുപാട് ഇത്തരത്തിലുള്ള അവതാരങ്ങൾ തകർന്നു വീഴുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാനിരിക്കുന്നത്. ശരിയാണ്.